നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തുകൾ നാം പതിവാക്കണം. ആ സ്വലാത്തിലൂടെ നമ്മളെ നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നമുക്ക് തൗഫീഖ് കിട്ടണം. ആ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ മേലിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേലിൽ 10 സ്വലാത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. ഇനി ആരെങ്കിലും എന്റെ മേലിൽ 10 സ്വലാത്തുകൾ ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേലിൽ 100 സ്വലാത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. ഇനി ആരെങ്കിലും എന്റെ മേലിൽ 100 സ്വലാത്ത് ചൊല്ലിയാൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവന്റെ 2 കണ്ണുകൾക്കും ഇടയിലും അല്ലാഹു രേഖപ്പെടുത്തും, ഇവൻ കാപട്യത്തിൽ നിന്നും സുരക്ഷിതനാണ്, ഇവൻ നരകത്തിൽ നിന്നും സുരക്ഷിതനാണെന്ന് അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാത്രമല്ല, വലിയ ഒരു പദവിയും കൂടി അല്ലാഹു നമുക്ക് നൽകുകയാണ്. രക്തസാക്ഷികളായ ബഹുമാന്യരോടൊപ്പം താമസിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം. ആ സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ഹബീബിനെ കാണാൻ നമുക്ക് തൗഫീഖ് കിട്ടണം. ആ മദീന